അപ്പോൾ ഈ ജാഗ്രത ഇത് കാര്യം. സ്വപ്നത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം സൂക്ഷ്മം എന്ന് പറയാം. കാരണം അവിടെ ഇതൊന്നുമില്ലല്ലോ, ഈ ശരീരമില്ല, എന്തിനീ മനസ്സ് പോലുമില്ല. ഇവിടെ ഈ മനസ്സിപ്പോൾ ശാന്തമാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അത് ക്ഷുബ്ധമാണ്, അവിടെ ശാന്തമാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ക്ഷുബ്ധമാവും. ഇവിടെ അജ്ഞനായിരിക്കുന്നവൻ സ്വപ്നത്തിൽ ജ്ഞാനിയാകാം, ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെയുണ്ട് പലരും സ്വപ്നത്തിൽ ജ്ഞാനിയായിട്ട് അവസാനം ജാഗ്രത സ്വപ്നം തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ ജാഗ്രതത്തിൽ ജ്ഞാനിയാണെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ സ്വപ്നത്തിൽ ജ്ഞാനിയായ പോരാ. എന്താ പോരാത്തതാണ്? ജാഗ്രതയിലെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകുന്നു. പറഞ്ഞല്ലോ, ഈ മുറിയിലെ ഇരുട്ടിന് അടുത്ത മുറിയിൽ വിളിച്ച് സഹായിക്കില്ല. പ്രശ്നങ്ങളൊക്കെ ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ആ ബോധം ഉണ്ടാകണം, ജാഗ്രതയിൽ തന്നെ. അതുകൊണ്ട് സൂക്ഷ്മമായ അതും പോരാ. പിന്നെ പറയുന്നത് എന്താണ്? സുഷുപ്തി. സുഷുപ്തിയും പോരാ. അതും എന്താണ്? സുഷുപ്തി സാധാരണ പറയുന്നതാണ് കാരണശരീരം, കാരണാത്മനാവുള്ള സ്ഥിതി എന്ന് പറയും. അവിടെ നിന്നിട്ടാണ് ഒരു നിസ്തരംഗമായ സമുദ്രത്തിൽ നിന്ന് രണ്ടലകൾ ഉണ്ടാകുന്ന പോലെ. ഒന്ന് സ്വപ്നം, മറ്റൊന്ന് ജാഗ്രത. അതുപോലെ സുഷുപ്തിയിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുഷുപ്തി എന്ന് പറയുന്നത് എന്താ? കാരണം അവിടെ പറഞ്ഞ അവിടെ ഏകത്വം സംഭവിച്ചിരിക്കുകയാണ്. ഏകത്വം സംഭവിച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് തന്നെ വരണമല്ലോ. ദ്വൈതം, ജാഗ്രതത്തിൽ സ്വപ്നം ആയ ഈ രണ്ട് ദ്വൈതങ്ങളും അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കാരണശരീരം, കാരണാത്മനാസ്ഥിതി. കാരണം പലരും ചോദിക്കും, സുഷുപ്തി നിങ്ങൾ പറയുന്ന ഈ ഏകത്വമാണ്, ഇവിടെ അദ്വൈതമാണ്, സ്വാഭാവികമാണ്, ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ്, നിർവിശേഷമാണ് എന്നൊക്കെ. പിന്നെ എന്തിനാണ് കാരണശരീരം എന്ന് പറയുന്നത്? ചോദിക്കും. ഇതാണ് അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഏകത്വത്തിൽ നിന്ന് ദ്വിത്വം വന്നത് അവിടെ നിന്നാണ്. അപ്പൊ അതിനെ കാരണശരീരം എന്നല്ല എന്താ പറയുന്നത്? എന്തിന് ഈ സ്ഥൂലമായ ശരീരം പോലും, ഇത് വാസ്തവത്തിൽ സ്ഥൂല ശരീരമാണ്, ഇതുപോലും സുഷുപ്തിയിൽ കാരണശരീരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്ത് പറയുന്നു സുഹേതു മാത്രയാ സ്ഥാനം ഇന്ദ്രിയാണെന്ന കാര്യതഃ യതോ അത് ചിന്നിഭേനൈവ വ്യാപ്തി സ്യാത് കാരണാത്മന. സ്വഹേതു മാത്രയാ കാരണാത്മന. എന്തുകൊണ്ട് ഈ കാരണശരീരം എന്ന് പറയുന്നു? ദേഹേന്ദ്രിയാണാം ന സ്വാപേ സ്വരൂപേണ അവസ്ഥിതി. ഈ ദേഹവും ഇന്ദ്രിയങ്ങളും ഒന്നും സ്വസ്വരൂപത്തെ സ്ഥിതി ചെയ്യുന്നില്ല, മറിച്ച് കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. കിന്തു കാരണാത്മന അതഃ തദാത്മക ദേഹാദേഹേ ചിദാഭാസ വ്യാപ്തി സംഭവ ദേഹം വ്യാപ്യ സ്വപേ സ്വാത്മനി ശയനം യുക്തം. അതാണ് സുഷുപ്തിയിലും ഈ ശരീരം നശിച്ചുപോയില്ലല്ലോ.
ഈ സ്ഥൂലമായ വ്യവഹാരം ജാഗ്രത് വ്യവഹാരം അവിടെ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ ജാഗ്രത് വ്യവഹാരത്തിന് ജാഗ്രതത്തിലെ ഈ ചിന്തയും പ്രവൃത്തിയും ഇതിനെല്ലാം കാരണമായ ശരീരം അവിടെയുണ്ട്. ഇവിടെ അജാതശത്രു അത് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ജീവാത്മ പരമാത്മ ഏകത്വമൊക്കെ സംഭവിച്ചായിക്കോട്ടെ. പക്ഷേ ഈ ജാഗ്രതത്തിൽ ഇരിക്കുന്ന ഈ ശരീരത്തിന് അവിടെ ആ സുഷുപ്തിയിൽ ഈ ശരീരം ഏത് രൂപത്തിലിരിക്കുന്നു? ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആത്മാവിനെ കുറിച്ചല്ല, ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഈ ശരീരം അവിടെ കാരണാത്മന സ്ഥിതി ചെയ്യുന്നു എന്നാണ്. സ്വാഭേ സ്വപ്നനിശയനം ദേഹം വ്യാപ്യ എന്നാണ്. എന്താ കാരണാത്മന എന്ന് പറയുന്നത്? ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ, ശരീരക്രിയകൾ അത് ഉണർന്നു വന്നാൽ നടക്കും. അത് എന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്? ഈ ശരീരത്തെ ആശ്രയിച്ച്. ആ ക്രിയകളെല്ലാം ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു? ശരീരത്തിൽ കാണുന്നില്ലല്ലോ, ഉറങ്ങുന്നവന്റെ ശരീരത്തിൽ. അത് കാരണരൂപത്തിലിരിക്കുന്നു, കാര്യരൂപത്തിലല്ല. ജാഗ്രതത്തിൽ അത് കാര്യരൂപത്തിലുണ്ട്, സ്വപ്നത്തിൽ അത് കാരണരൂപത്തിലിരിക്കുന്നു. ശരീരത്തിന്റെ മാത്രം തലത്തിൽ പറയുകയാണ്. ജാഗ്രതത്തിലെ ചലനത്തിന് കാരണമായ ശരീരം അവിടെയുണ്ട്. പരദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് പറയുകയാണ്. അപ്പോൾ കാരണമായിരിക്കുന്ന ശരീരം, ജാഗ്രതത്തിന് എല്ലാ വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ശരീരം. അവിടെ പറഞ്ഞല്ലോ, ഈ ശരീരത്തിൽ നാഡികളുണ്ട്. ആ നാഡികളിലൂടെ ഈ അന്ധകരണം വ്യാപിക്കുന്നു. അത് ജാഗ്രതത്തിൽ ബാഹ്യമായി വ്യാപിക്കുന്നു. സുഷുപ്തിയിലോ ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. ജാഗ്രതത്തിലെ ആ വ്യാപാരം, പ്രവൃത്തി, അന്ധകരണത്തിന്റെ പ്രവൃത്തി അതിന്റെ കാരണരൂപത്തിൽ സുഷുപ്തിയിലിരിക്കുന്നു. ഒരു കാര്യം വേണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അതങ്ങനെ ഈ ശരീരത്തിന്, കേവലം ജഡമായ ശരീരത്തിന് ഇതിനെല്ലാം കാരണമായി എന്തുകൊണ്ടിരിക്കാൻ കഴിയുന്നു? ചിന്നിഭേനൈവ വ്യാപ്തി. കാരണം ആ ചിത് പ്രകാശം അത് ഈ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഇത് കാരണരൂപത്തിലിരിക്കുന്നു. ആണ് മരണവും ഉറപ്പും തമ്മിൽ വ്യത്യാസം. മരണത്തിൽ ആ ചിത് പ്രകാശം ശരീരത്തിൽ വിശേഷിച്ചു വന്ന ആ ചിത് പ്രകാശം നഷ്ടപ്പെട്ടു. ജഡം എന്ന് നമ്മൾ പറയും. സുഷുപ്തിയിലാണെങ്കിലും ആ ചിത് പ്രകാശം ശരീരത്തിലുണ്ട്. കാരണം എന്തിനു കാരണം? ജാഗ്രതത്തിന് കാരണം. അപ്പോൾ ജാഗ്രതത്തിന് കാരണമായിരിക്കുന്നത് ആ ചിത് പ്രകാശത്തോടുകൂടിയിരിക്കുന്ന ശരീരമാണ്. ഇതെങ്ങനെയാണോ ശരീരത്തിൽ, അതുപോലെ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ആ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാത്തിനുമുണ്ട് ഈ കാരണത്വം. കാരണം ജാഗ്രതത്തിൽ അതെല്ലാം കാര്യരൂപത്തിലാകുന്നു, സുഷുപ്തിയിൽ ഇതെല്ലാം കാരണരൂപത്തിലാകുന്നു. അപ്പോൾ ഈ സ്ഥൂല ശരീരത്തെ തന്നെ നമുക്ക് സുഷുപ്തിയിൽ കാരണശരീരം എന്ന് പറയാം. ഈ സ്ഥൂലത്തിന് എന്തൊക്കെ സവിശേഷതകളുണ്ടോ ആ വിശേഷതകളെല്ലാം വിട്ടിട്ട് അത് വിലയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. സൂക്ഷ്മത്തിനും അതിന് സംഭവിക്കുന്നു. കാരണം ഈ സ്ഥൂലമായ ദേഹത്തെ ആശ്രയിച്ചിട്ടാണല്ലോ സൂക്ഷ്മമായ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കേണ്ടത്. അതും ആ സുഷുപ്തിയിൽ ഇതുപോലൊരു വിലയം അവിടെ സംഭവിച്ചിരിക്കുന്നു, സൂക്ഷ്മത്തിലും. ഇവിടെ പറയുന്നു അച്ചിത് വ്യാപ്തി കൊണ്ട് ഇതെല്ലാം കാരണരൂപത്തിലിരിക്കുന്നു സുഷുപ്തിയിൽ. എന്നാൽ സുഷുപ്തി എന്ന് പറയുന്നത് ഈ കാരണശരീരമാണോ? അല്ല. സുഷുപ്തി എന്ന് പറയുന്നത് ഇതിനപ്പുറമാണ്. അതാണ് അടുത്ത് പറഞ്ഞ് നഹി സുഷുപ്തികാലേ ശരീര സംബന്ധോ അസ്തി. പരമാർത്ഥത്തിൽ അവിടെ ആ ശരീര സംബന്ധവും വിട്ടിരിക്കുകയാണ്.
വിട്ടെങ്കിലും ആ ചിച്ഛായ എന്ന് പറയുന്നത്. അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാന്തത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. അതുപോലെ ഈ ശരീരത്തിൽ ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അപ്പോൾ ആ ശരീരത്തിന്റെ സ്ഥിതി, അന്ധകരണത്തിന്റെയൊക്കെ സ്ഥിതി കാരണരൂപമാണ്. അപ്പോൾ ഭാഷ്യകാരൻ എങ്ങനെ കാരണശരീരത്തെ നിഷേധിച്ചു എന്നുള്ളതിലൂടെ സമാധാനം പറയുകയാണ്. തീർണോ ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ, ഹൃദയത്തിന്റെ സർവശോകങ്ങളെയും അവിടെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഒരു സംശയത്തിനും ഇടം കൊടുക്കാത്ത രീതിയിൽ ആ സുഷുപ്തിയുടെ നിർവിശേഷത എടുത്തു കാണിക്കുകയാണ്. എന്നാൽ വിശേഷതകൾ പറയാനാണെങ്കിലോ ഉണ്ട്. ആ വിശേഷതകളാണ് ഈ ശരീരത്തിന്റെ ചിച്ഛായ, അതിന്റെ കാരണരൂപത്തിലുള്ള സ്ഥിതി. ഇനി മറ്റൊരു തരത്തിൽ സൂക്ഷ്മമായുള്ള സ്വപ്നലോകത്തിന്റെ സ്ഥിതി, ഇനി ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതത്തിന്റെ സ്ഥിതി, ഇത് മൂന്നും ഇവിടെ പ്രത്യേകം എടുത്തു കാണിക്കുന്നത്.